കോടതിയുടെ മുന്നിൽ നാടകം കളിക്കാൻ നോക്കിയ ബോബി ചെമ്മണ്ണൂരിനെ കണക്കറ്റ് ശാസിച്ചാണ് ഹൈക്കോടതി വിട്ടത്. നിയമത്തിന്റെ മുകളിലാണ് ബോബി ചെമ്മണ്ണൂർ എന്ന് വിചാരിക്കരുതെന്ന് കോടതി മുന്നറിയിപ്പ് നൽകി. ജാമ്യം അനുവദിച്ച ശേഷം ജാമ്യ ഉത്തരവും കയ്യിൽ വെച്ച് ഇന്നലെ കാക്കനാട് ജില്ലാ ജയിലിൽ ബോബി ചെമ്മണ്ണൂരും കൂട്ടരും നടത്തിയ നാടകമാണ് കോടതിയെ പ്രകോപിപ്പിച്ചത്. ഒടുവിൽ സാഷ്ടാംഗം മാപ്പു പറഞ്ഞാണ് ബോബി ചെമ്മണ്ണൂർ തലയൂരിയത്. ലൈംഗിക നിക്ഷേപ കേസിൽ ജാമ്യം കിട്ടിയിട്ടും പുറത്തിറങ്ങാതെ ജയിലിനുള്ളിൽ നടത്തിയ നാടകീയ രംഗങ്ങൾ. ഈ നാടകീയ രംഗങ്ങൾ തന്നെ ബോബി ചെമ്മണ്ണൂരിന് തിരിച്ചടിയാകുന്നതാണ് ഇന്ന് കണ്ടത്. കേരളത്തിലെ ജയിലിൽ കിടക്കാൻ അവസരം കിട്ടാത്തതുകൊണ്ട് പണം കൊടുത്തുകൊണ്ട് തെലുങ്കാനയിലെ ജയിലിൽ പോയി കിടന്ന അനുഭവ സമ്പത്തുമായാണ് ബോബി ചെമ്മണ്ണൂർ കാക്കനാട് ജയിലിലേക്ക് എത്തിയത്. സിനിമയിൽ കാണുന്ന പോലെയാണ് ജയിലെന്ന് വിചാരിച്ച ബോബി ചെമ്മണ്ണൂർ ജാമ്യം കിട്ടിയ ശേഷം ഉത്തരവുമായി കോടതിയിൽ വരേണ്ട എന്ന് അഭിഭാഷകരോട് പറഞ്ഞതും ഇക്കാരണത്താലാകാം. ബോബി ചെമ്മണ്ണൂരിന്റെ ഈ കുരുത്തക്കേട് ഹൈക്കോടതിക്ക് അത്ര പിടിച്ചില്ല. നിയമത്തിന് മുകളിലാണ് ബോബി ചെമ്മണ്ണൂരിന്റെ സ്ഥാനമെന്നായിരുന്നു ഹൈക്കോടതിയുടെ ചോദ്യം. ജാമ്യം ലഭിച്ച ശേഷവും ജയിലിൽ നിന്ന് ഇറങ്ങാൻ സാധിക്കാതെ വിചാരണ തടവുകാരായി കഴിയുന്നവരെ പുറത്തിറക്കാൻ ബോബി ചെമ്മണ്ണൂർ ആരാണ് എന്നും കോടതി വിമർശിച്ചു. ഇതോടെ ജാമ്യവുമായി ജയിലിലേക്ക് വരാതിരുന്ന അഭിഭാഷകർ മിനിറ്റുകൾക്കകം ജയിലിലെത്തി ജാമ്യ ഉത്തരവ് നൽകി ബോബി ചെമ്മണ്ണൂരിനെ പുറത്തിറക്കി. ഓർഡർ നമുക്ക് കിട്ടാൻ കുറച്ച് വൈകി. അവിടെ നിന്ന് കോടതിയിൽ നിന്ന് കിട്ടിയതിന് ശേഷം ഇവിടെ എത്തുമ്പോൾ ട്രാഫിക്കിൻ്റെ ഒരു ചെറിയ പ്രശ്നമുള്ളത് കൊണ്ടാണ് ഇവിടെ എത്താൻ കുറച്ച് വൈകിയത്. അപ്പോൾ ഞങ്ങൾ വന്നപ്പോൾ സമയം കഴിഞ്ഞു പോയി. അപ്പോൾ എന്തുകൊണ്ട് എത്തില്ല എന്ന് ജസ്റ്റ് ഒന്ന് ചോദിച്ചുള്ളൂ. അത് തീരുമാനിച്ചിട്ടില്ല. കുറച്ച് പേർക്ക് ജാമ്യം കിട്ടിയവരെ പൈസ ഇല്ലാത്തതുകൊണ്ട് അവർക്കുള്ള ഒരു പൈസ അറേഞ്ച്മെന്റ്സ് ചെയ്യാൻ വേണ്ടി പുറത്തിറങ്ങിയപ്പോഴും ജയിലിലെ തടവുകാരുടെ കാര്യമാണ് ബോബി ചെമ്മണ്ണൂർ പറഞ്ഞത്. ഇക്കാര്യം ഉൾപ്പെടെ ചൂണ്ടിക്കാട്ടി കോടതി വീണ്ടും ബോബി ചെമ്മണ്ണൂരിനെ വിമർശിച്ചു. കേസ് ഉച്ചയ്ക്ക് പരിഗണിക്കുമെന്ന് കോടതി പറഞ്ഞതോടെ തൃശൂരിൽ പ്രഖ്യാപിച്ച വാർത്താസമ്മേളനം പോലും ബോബി ചെമ്മണ്ണൂർ ഉപേക്ഷിച്ചു. ഒടുവിൽ കോടതിയോട് മാപ്പു പറഞ്ഞാണ് വീണ്ടും ജയിലിൽ പോകാനുള്ള സാധ്യത ബോബി ഇല്ലാതാക്കിയത്. ഒളിമ്പിക്സ് മെഡൽ ജേതാവിനെ പോലെയാണ് ജയിലിൽ നിന്ന് ബോബി ചെമ്മണ്ണൂർ പുറത്തിറങ്ങിയതെന്നായിരുന്നു ഹൈക്കോടതിയുടെ മറ്റൊരു വിമർശനം. ഇതിനിടെ ബോബിയെ കുഴപ്പത്തിലാക്കാൻ ആരാധകരെന്ന് അവകാശപ്പെട്ട ഒരു കൂട്ടം ആളുകൾ വേഷം കെട്ടി ജയിലിന് മുന്നിലെത്തിയിരുന്നു. കോടതിയിൽ നിന്ന് ബോബിക്ക് കേട്ട ചീത്തയുടെ വലിയൊരു പങ്കിനും ഉത്തരവാദികൾ ഇവർ തന്നെയാണ്. അതീവ സുരക്ഷാ മേഖലയായ ജയിലിന് മുന്നിൽ മാലപ്പടക്കം കൂട്ടിയിട്ട് കത്തിക്കാൻ വരെ ആരാധകർ എത്തിയിരുന്നു. പോലീസ് എത്തിയാണ് ഇവരുടെ കയ്യിൽ നിന്ന് പടക്കം വാങ്ങിക്കൊണ്ടുപോയത്. തെലുങ്ക് സിനിമകളിൽ ജയിൽ മോചിതരാകുന്ന നായകരെ സ്വീകരിക്കുന്ന മോഡലിൽ ബോബിയെ സ്വീകരിക്കാനായിരുന്നു ഇവരുടെ പരിപാടി. അതീവ സുരക്ഷാ മേഖലയായ ജയിലിന് മുന്നിൽ അനധികൃതമായി സംഘടിക്കുകയും നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് പ്രോത്സാഹനം നൽകുകയും ചെയ്തതിന് ആരാധകരും ഈ കേസിൽ പ്രതിയാകുമോ എന്നാണ് കണ്ടറിയേണ്ടത്. നാടകീയ രംഗങ്ങൾക്കൊടുവിൽ നിയമത്തിന് മുകളിലല്ല പണവും ബോബി ചെമ്മണ്ണൂരുമെന്ന ഹൈക്കോടതിയുടെ രൂക്ഷ വിമർശനം. സാധാരണ ഒരു പൗരൻ തന്നെയാണ് ബോബി ചെമ്മണ്ണൂരെന്ന ഹൈക്കോടതിയുടെ താക്കീത്. ഒടുവിൽ മാപ്പപേക്ഷയുമായി ബോബി ചെമ്മണ്ണൂർ. ആൻമരിയ സനി, 24 കൊച്ചി. പൊതുജനം കഴുതയല്ല സാർ. കർശന നിലപാടിലേക്കും കടുത്ത വിമർശനങ്ങളിലേക്കും കോടതി കടന്നതിന് പിന്നാലെ മാപ്പു പറഞ്ഞ് തടിയൂരുകയായിരുന്നു ബോബി ചെമ്മണ്ണൂർ. നിയമത്തിന്റെ മുകളിലാണ് ബോബി ചെമ്മണ്ണൂർ എന്ന് വിചാരിക്കരുത് എന്ന മുന്നറിയിപ്പ് കോടതിയിൽ നിന്നുണ്ടായി. ജാമ്യം അനുവദിച്ച ശേഷം ജാമ്യ ഉത്തരവും കയ്യിൽ വെച്ച് ഇന്നലെ കാക്കനാട് ജില്ലാ ജയിലിൽ ബോബി ചെമ്മണ്ണൂരും കൂട്ടരും നടത്തിയ നാടകമാണ് കോടതിയെ പ്രകോപിപ്പിച്ചിരിക്കുന്നത്. ജയിലിന് പുറത്ത് ബോബി ചെമ്മണ്ണൂരിനെ കാത്ത് ആരാധകരുടെ കൂട്ടം കാത്തുനിന്നത് ഇന്നത്തെ വാർത്താദിനത്തിൽ നമ്മൾ കണ്ടിരുന്നു. പടക്കം പൊട്ടിച്ച് ആഘോഷിക്കാനുള്ള ഇവരുടെ ശ്രമം പക്ഷേ പോലീസ് തടയുകയാണ് ഉണ്ടായത്. എന്താണ് ഈ നാടകീയ സംഭവങ്ങളിൽ പൊതുജനങ്ങൾക്ക് പറയാനുള്ളത്? കേൾക്കാം. അയാൾ പൂർവ്വയിൽ ഇവിടുന്ന് സമ്പാദിച്ച കുറേ പണമുണ്ട്. സ്വീകരിക്കുമ്പോൾ അതിലും പമ്പര വിദ്യകൾ. അല്ലെങ്കിൽ ഇയാളുടെ കാശ് വാങ്ങി ജീവിക്കുന്നവർ ഒരു ചിന്തിക്കുന്ന മനുഷ്യനെ അയാൾ സ്വീകരിക്കാൻ പോകും. ഓരോരുത്തരുടെ ആറ്റിറ്റ്യൂഡാണ്. അവർ അതിനനുസരിച്ചിട്ട് തന്നെ പോകും. അപ്പോൾ നമ്മൾ പറഞ്ഞുകൊണ്ടോ അല്ലെങ്കിൽ ഇതായതുകൊണ്ടോ അവർ മാറണമെന്നില്ല. പബ്ലിസിറ്റി അല്ലേ അവർക്ക്. അതായത് നമ്മൾ പോസിറ്റീവിനെക്കാട്ടി നെഗറ്റീവിനാണ് പബ്ലിസിറ്റി. അപ്പോൾ അതിനനുസരിച്ചിട്ട് പോകും. അതിന് സ്വീകരിക്കാൻ പോകുന്നത് ഒരു തെറ്റാണെന്ന് എനിക്ക് തോന്നുന്നില്ല. സ്വീകരിക്കാൻ ആർക്കും പോകും. അവിടെ കൊലപ്പള്ളികളെ ജയിലിൽ നിന്ന് മോചിപ്പിക്കുന്ന സമയത്ത് സ്വീകരിക്കാനും മാലിട്ട് സ്വീകരിക്കാൻ ഒരുപാട് ആൾ പോയിക്കുന്നു. അന്നില്ലാത്ത പ്രശ്നം ചെമ്മണ്ണൂരിൻ്റെ കാര്യത്തിൽ എന്തിനാണ്? ഇല്ല, അതിനോട് യോജിക്കുന്നില്ല. അത് തെറ്റാണ്. അയാളെ സംസാരവും തെറ്റാണ്. ഇതൊരു പാഠം പോലെ എനിക്ക് തോന്നണേ. സംഗതി ഇങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടാവില്ല എന്ന് വിചാരിക്കുന്നു. സ്വീകരണം കൊടുത്തല്ല. സ്വീകരണം പാടില്ല. ശരിക്കും പറയുകയാണെങ്കിൽ സ്വീകരണം പാടില്ല.